തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും പുനഃസത്യപ്രതിജ്ഞ. നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാനുള്ള UDFന്റെ നീക്കം കൂടിയാണ് ഹൈക്കോടതി ഇടപെടലോടുകൂടി പൊളിഞ്ഞത് എന്നുള്ളതുകൂടി വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് ശാലിനിയുണ്ട് വാർത്തയിലെ വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. കാരണം ആർ സുഗതൻ ഇന്ന് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഹൈക്കോടതി ഒരു അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചതുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് പറയണമല്ലോ. എന്തായാലും നമുക്ക് ആദ്യം ആ സത്യപ്രതിജ്ഞയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ശാലിനി, പറഞ്ഞോളൂ. രാഖി, ശില്പ, ഗുഡ് മോർണിംഗ്, വെരി നമസ്തേ. എന്തായാലും ശില്പ സൂചിപ്പിച്ചതുപോലെയും രാഖി സൂചിപ്പിച്ചതുപോലെയും ഒക്കെയാണ് BJP സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നിർണായകമായ ദിവസമാണ്. ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ് ഒരു ജയിലിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത്. അതും തിരുവനന്തപുരത്തെ വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ ആർ സുഗതൻ അങ്ങ് വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചരിത്ര നിമിഷമായിട്ട് തന്നെയാണ് BJP ഇതിനെ കാണുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ മേയർ വി രാജേഷ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ചില കൗൺസിലർമാർ അടക്കം വിയൂരിലേക്ക് പോയിരുന്നു. ഇന്നിപ്പോൾ അവർ വിയൂരിലാണ് ഉള്ളത്. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു കോൺഗ്രസിൽ മാത്രം നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കളി പൊളിഞ്ഞതിന്റെ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ ചില നിരീക്ഷണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ആർ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ, ഒരു ജനപ്രതിനിധിയെ ഇനി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട്, അതായത് ചില ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞ വീണ്ടും നടത്തണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വന്നത്. അതിനുശേഷം സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് എത്താൻ 24 വരെ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24-നുള്ളിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇവരെല്ലാം പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു. ആ 24-ന് മുൻപ് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് കോടതിയിലും ഒപ്പം തന്നെ ഹൈക്കോടതിയിലും ഉന്നയിച്ചിരുന്നു സുഗതന്റെ അഭിഭാഷകൻ. നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ ഇന്ന് രാത്രി 9 മണി വരെയായിരുന്നു സമയം അനുവദിച്ചത്. പക്ഷേ കാപ്പ കേസിന്റെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി ജാമ്യം നൽകിയില്ല. പകരം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതിനുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും ഒരുക്കാനും സൗകര്യങ്ങൾ ഒരുക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ജനാധിപത്യം വിജയിച്ച കാഴ്ചയാണ് നമുക്ക് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിന് വിയൂർ സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും സുഗതനെ ഇനി സത്യപ്രതിജ്ഞ ചടങ്ങിനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടപടികൾക്കോ ആയി തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തിക്കില്ല. ഒരു ജനപ്രതിനിധിയായി അദ്ദേഹത്തിനെ ഇരുത്താതെ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു കേസ്, കള്ളക്കേസ്, വീട്ടിൽ കയറി ഒരു രീതിയിലുമുള്ള സ്വാഭാവികമായ മര്യാദകൾ പാലിക്കാതെ ഒരു ജനപ്രതിനിധിയെ പോലീസ് കാടത്തം കാണിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതിനൊത്താശ ചെയ്യാൻ മുൻ MLA, ഇടത് MLA-മാരുടെ സഹായം, അതിനിപ്പോൾ ഒത്താശ ചെയ്യാൻ KS ശബരിനാഥ് അടക്കമുള്ളവരുടെ പിന്തുണ, അതുതന്നെയാണ് ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ സുഗതനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ആ ഇന്ത്യ സഖ്യത്തിന്റെ വലിയൊരു നാടകമാണ് ഇന്നലെ കോടതിയിൽ പൊളിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 29-ാം തീയതിയാണ് അടുത്ത കൗൺസിൽ യോഗം ചേരുന്നത്. അപ്പോൾ കൗൺസിൽ യോഗത്തിന് പങ്കെടുക്കാൻ സുഗതന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ അവസരം ലഭിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് മേയർ വി രാജേഷ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യം നടത്തുന്ന ശ്രമങ്ങൾ അത് പൊളിച്ചടുക്കിക്കൊണ്ടാണ് നീതിന്യായ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയണമല്ലോ, ഇത് ആദ്യത്തെ തവണയല്ല ഇടത് വലത് മുന്നണികളുടെ ഗൂഢനീക്കം നമ്മൾ കാണുന്നത്. നേരത്തെ ഭരണസമിതിയെ തന്നെ വീഴ്ത്താനുള്ള ഒരു സംഘടിത ആക്രമണം, സംഘടിത നീക്കം, ഈ കോർപ്പറേഷൻ മണ്ണിനെ സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഹൈക്കോടതി കൃത്യമായ ഒരു ഉത്തരവ് വന്നു. ഹൈക്കോടതി 2 ആഴ്ചത്തെ സമയം നൽകി. പക്ഷേ അവിടെ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കൗൺസിലർമാരെല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെയും തിരിച്ചടി നൽകി. അതിന്റെ തുടർച്ച എന്നോണമാണ് വീണ്ടും ഈ സുഗതന് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യരുത് എന്ന ഒരു പിടിവാശി ഒരിക്കൽ കൂടി ഹൈക്കോടതിയിൽ പൊളിഞ്ഞു പോകുന്നതല്ലേ. അതായത് ഇത് ആദ്യത്തെ തവണയല്ല ഈ ഒരു തിരിച്ചടി. തീർച്ചയായും രാഖി, അത് തന്നെയാണ്. കാരണം
ഈ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ എന്നതിനപ്പുറം ആർ സുഗതൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുമധ്യത്തിലുമൊക്കെ മുൻ വാർഡിലെ കൗൺസിലർമാർ, ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾ, MLA VK പ്രശാന്ത്, വട്ടിയൂർക്കാവിൻ്റെ MLA അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥത, അഴിമതിയൊക്കെ അക്കമിട്ട് നിരത്തി പ്രേക്ഷകർക്ക് മുൻപിൽ, മാധ്യമങ്ങൾക്ക് മുൻപിൽ, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇനി അവിടെ ഇരിക്കുന്നത് തങ്ങൾക്ക് തലവേദനയാണ്. ഒപ്പം തന്നെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കഴിഞ്ഞ് 10-45 വർഷമായി ഇടത് ഭരണസമിതിക്ക് കീഴിലായിരുന്നു. അന്ന് നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥതകൾ, ഒപ്പം തന്നെ അഴിമതികൾ ഓരോന്ന് അക്കമിട്ട് അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഭരണസമിതിയും മേയർ VV രാജേഷും. അപ്പോൾ ഇനി അവിടെ അവരെ തുടരുന്നതോ അല്ലെങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് സുഗതൻ തുടരുന്നതോ ഒക്കെ തങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് സുഗതനെ ജയിലിലടയ്ക്കാൻ, ഒപ്പം തന്നെ ഭരണസമിതിയെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു ഭാഗത്ത് CPM-ഉം CPI-യും LDF നിൽക്കുകയാണെങ്കിൽ അതിനെ ചുക്കാൻ പിടിക്കാൻ, അതിന് സഹായഹസ്തമായി വളരെ ചുരുക്കം അംഗങ്ങളുള്ള കോൺഗ്രസും അവർക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും ഇന്ത്യ സഖ്യം എടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായി തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രത്യക്ഷമല്ല എങ്കിൽ പോലും പരോക്ഷമായി സൈലന്റായി ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സുഗതൻ എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഇന്നലത്തെ കോടതി വിധി. എന്തായാലും നിർണായകമായിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇന്ന് രാവിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. സൂപ്രണ്ടിന്റെ മുറിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് മുടക്കാൻ, സുഗതനെ അയോഗ്യനാക്കാൻ മുന്നിൽ നിന്ന സർക്കാർ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസം എന്നുള്ളത്. എന്തായാലും രാവിലെ നടപടികളൊക്കെ പൂർത്തിയാകും. അതിനുശേഷം കാപ്പ കേസുമായി ബന്ധപ്പെട്ട് സുഗതനെ പുറത്തിറങ്ങാനുള്ള മറ്റ് നടപടികളടക്കം ആലോചിക്കുകയാണ്. നിയമ നടപടി തുടരും എന്നുള്ളത് തന്നെയാണ് മേയർ VV രാജേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ, ഒപ്പം തന്നെ സൂപ്രണ്ടിന്റെ മുറിയിലാണ് സർക്കാർ തന്നെ ഒരുക്കി നൽകുന്ന സൗകര്യത്തിൽ സംവിധാനത്തിൽ ഇന്ന് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. മേയറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഒപ്പം തന്നെ വളരെ ചുരുങ്ങിയ ഉദ്യോഗസ്ഥരും ഒപ്പം ഉണ്ടാകും. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.